നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മൂത്ത് നിറച്ചില്ലേ? മനസ്സിലെ ദുഷ്ടബുദ്ധി മാറ്റി വെച്ചിട്ട് മനുഷ്യരെ പോലൊന്ന് ചിന്തിക്കാൻ നോക്ക്. ആർത്തി അവസാനിപ്പിച്ച് ആത്മാർത്ഥതയോടെ ഒരു മിനിറ്റ് നേരായിട്ടൊന്ന് ചിന്തിച്ചാ നിങ്ങളുടെ ഈ തലയിൽ വെളിച്ചം വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്നേഹിക്കുന്നവരുടെ വേദന എന്താണെന്ന്. എന്തായാലും മുത്തശ്ശിയുടെ വാക്കുമോ പാലിച്ചല്ലോ. ഞാൻ ഒരാളുടെ ആഗ്രഹങ്ങൾക്ക് എതിരൊന്നും അല്ല മുത്തശ്ശി. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ ചിലർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് പ്രശ്നം. മക്കള് തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് വാ. മോള് തൊഴു. സൂക്ഷിച്ച് നടക്ക്, പരിചയമില്ലാത്തിടവല്ലേ. വരുണും പ്രിയങ്കയും മുത്തശ്ശിക്ക് വേണ്ടി ഒരു ചടങ്ങ് ചെയ്യാനുണ്ട്. തിരുമേനി വരട്ടെ. അദ്ദേഹം പറയുന്നത് എന്റെ മക്കൾ അനുസരിച്ചാ മതി. ഈ താലി ആ ആളുടെ കയ്യിലും കൊടുത്തേക്കും. മോനെ പിടിക്ക്, വാങ്ങിക്ക് മോനെ. ഇനി ഉണ്ടായിപ്പോയ പാപങ്ങൾ പൊറുക്കണേന്ന് പ്രാർത്ഥിച്ച് ആ താലി ചാർത്തിക്കോളൂ. താലി ചേർത്താനോ? എന്തിന്? അത് മോനെ, നിങ്ങളുടെ വിവാഹം നടന്ന മുഹൂർത്തത്തിലെ ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അതിപ്പോ തന്നെ പരിഹരിച്ചില്ലെങ്കിലേ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് അത് കുഴപ്പമാ. ജോത്സ്യര് പറഞ്ഞ പരിഹാരമാ. മോൻ പ്രിയങ്കയുടെ കഴുത്തിൽ ആ താലി അങ്ങ് കെട്ടിയേക്ക്. ഇതിനാണോ മുത്തശ്ശി വിളിച്ചത്? അല്ല, ഇത് ആരുടെ ആവശ്യം മുത്തശ്ശി? മുത്തശ്ശിയുടേതാണോ അതോ പ്രിയങ്കയുടേതാണോ? ആരുടെ ആവശ്യം ആയാലെന്താ? ദോഷം തീരാൻ വേണ്ടിയല്ലേ പറയുന്നേ. എതിർപ്പൊന്നും പറയാൻ നിൽക്കണ്ട. ആ താലി ഇവളുടെ കഴുത്തിൽ കെട്ട്. ഞാൻ താലി കെട്ടേണ്ട ആളുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയിട്ടുണ്ട്. അത് ഭദ്രമാണ്. എനിക്കിനി ഒരു താലി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ നടയിൽ നിന്ന് ധിക്കാരം പറയരുത്. ഇക്കാര്യത്തില് ഞാൻ ആരെ വേണമെങ്കിലും ധിക്കരിക്കും. ഞാൻ കെട്ടിയ താലിയുടെ പവിത്രത ഞാൻ സൂക്ഷിക്കും. അതിനെതിരെ വരുന്നത് എന്താണെങ്കിലും ഞാൻ അങ്ങ് ധിക്കരിക്കും. ഇനി എന്നെ ഇത്തരം ചടങ്ങുകൾക്കൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ആരുടെ മോഷത്തിന്റെ കാര്യം പറഞ്ഞാലും ഞാൻ വരത്തില്ല. മോളിവിടെ പ്രാർത്ഥിച്ചു നിൽക്കേ. അവനെ ഞാൻ പോയി സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരാം. എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നേ? വാ എന്റെ കൂടെ പോ. അങ്ങോട്ട് മോനെ, മുത്തശ്ശി പറയുന്നു കേൾക്ക്. വേണ്ട. മുത്തശ്ശി എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? എന്നെ ചതിക്കാൻ ഒരാൾ തീരുമാനിച്ചാ അത് തിരിച്ചറിയാനുള്ള ശേഷി എനിക്കില്ലെന്നോ? ഈ പരിഹാര പൂജയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ലെന്നോ? ഞാൻ താലി കെട്ടിയ പെണ്ണ ആരാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. അതിവിളാ ഈ നിൽക്കുന്ന രാധിക.
ഇപ്പൊ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അന്ന് കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ച ചതിയുടെ ഉത്തരവാദിത്വം മുഴുവനും മുത്തശ്ശിക്ക് അല്ലാതെ വേറെ ആർക്കും അല്ലാന്ന്. ഈ വാശിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിങ്ങളും പ്രിയങ്കയും കാണുക ഒരിക്കൽ കൂടി ഞാൻ ഇവളുടെ കഴുത്തിൽ അങ്ങ് താലി കെട്ടണം. താലിയുടെ ഉറപ്പല്ലേ വേണ്ടത്? അപ്പോ അത് മുൻപ് ചാർത്തിയ കഴുത്തിൽ തന്നെയല്ലേ വേണ്ടത്, അല്ലേ? താവാ. കൂടെ പോകുന്നുണ്ടല്ലോ നീ. ആ നടയിൽ നിൽക്കുന്ന നിന്റെ അഞ്ചത്തെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ ബലിക്കല്ലിൽ ബലി കൊടുക്കാൻ പറയട്ടെ. എന്തോ വലിയ ചതി നടന്നു എന്നൊക്കെ നീ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്തായിരുന്നു ചതി? നിന്റെ വീട്ടുകാരല്ലേ പ്രിയങ്കയെ പെണ്ണ് കാണാൻ വന്നത്? നിന്റെ വീട്ടുകാരല്ലേ അവളെ മൈലാഞ്ചി അണിയിച്ചതും മഞ്ഞൾ കല്യാണം നടത്തിയതും? എന്നിട്ട് ഞങ്ങളാണ് ചതിച്ചതെന്നോ? നിന്റെ വീട്ടുകാരൻ നിന്നെ ചതിച്ചതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? ഞങ്ങളുടെ പെൺകുട്ടി എന്ത് പഴിച്ചു? അതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അത് നിങ്ങൾക്കും അറിയാം. ഞാൻ സ്നേഹിച്ചത് പ്രിയങ്കയല്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കല്യാണത്തിന് മുമ്പ് പലർക്കും പലരോടും പ്രേമം തോന്നാം. പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അത് ആരും മനസ്സിൽ കൊണ്ടു നടക്കാറില്ല. അന്തസ്സുള്ള ആരും അതങ്ങനെ ചെയ്യില്ല. പ്രിയങ്ക മോൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. പക്ഷെ അതിപ്പോ തിരുത്താൻ അവൾ തയ്യാറാ. നീ പറഞ്ഞു കൊടുക്കടി അവനോട്. പ്രിയങ്ക ഇപ്പൊ സത്യസന്ധമായിട്ട് വരുണെ സ്നേഹിക്കുന്നുണ്ട്. അവള് വരുണ് നല്ല ഭാര്യയായിരിക്കും. നോക്ക്, ഇനി ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്തെങ്കിലും കണക്ക് പറയാനോ അതിന്റെ പേരിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാം കൂടെ ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. എന്റെ ജീവിതം വെച്ചാൽ നിങ്ങൾ എല്ലാരും കൂടി കളിച്ചോണ്ടിരിക്കുന്നത്. എല്ലാരും വണ്ടി കയറ്, നമ്മൾ തിരിച്ചു പോവാ. എനിക്ക് ഒരാളുടെയും ഭ്രാന്ത് കണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല. കേറാനാ പറഞ്ഞേ, കേറാൻ. കേറാ. മൂത്ത് നിറച്ചില്ലേ? മനസ്സിലെ ദുഷ്ടബുദ്ധി മാറ്റിവെച്ചിട്ട് മനുഷ്യരെ പോലൊന്ന് ചിന്തിക്കാൻ നോക്ക്. ആർത്തി അവസാനിപ്പിച്ച് ആത്മാർത്ഥതയോടെ ഒരു മിനിറ്റ് നേരായിട്ടൊന്ന് ചിന്തിച്ചാ നിങ്ങളുടെ ഈ തലയിൽ വെളിച്ചം വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്നേഹിക്കുന്നവരുടെ വേദന എന്താണെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.